ഉണ്ട്, അതിന്റെ ക്യാമറ ക്രൂ ഉണ്ട്. ഇവർക്ക് ആർക്കും എതിരെ താങ്കൾക്ക് പരാതി? അല്ല, ഞാൻ ഫോൺ സൈറ്റ് എന്നുള്ളതല്ല ഞാനവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പരാതി അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അതായത് അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴി പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വാൾഗറായ സെക്സ് സിനിമ നടിയാണെന്ന് കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് അവർ കച്ചവടം ചെയ്തു വരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ പരാതി. പക്ഷേ ഇവരാണോ ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത്? മറ്റ് സൈറ്റ് അപ്പോൾ ഈ സൈറ്റ് നടത്തുന്ന ആൾക്കാർക്കെതിരെയല്ലേ? ഇപ്പം മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള പല നടിമാരുടെയും ചിത്രങ്ങൾ ഇതേപോലെ സൈറ്റുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ പരാതി അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതിനകത്ത് പോൺ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സണ്ണി ലിയോണിനെ പോലെയുള്ള പോൺ സ്റ്റാറുകളുണ്ട്. അതിനെ അനുകരിച്ച് മലയാളത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. നൂറുകണക്കിന് വീഡിയോകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ യൂട്യൂബിലടക്കം ഈ വീഡിയോകൾ ചെയ്ത് അതിൽ നിന്ന് പണമുണ്ടാക്കി ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവർക്കെതിരെ ഒന്നും താങ്കൾ പരാതിപ്പെട്ടില്ല. അപ്പോൾ താങ്കൾ ഇത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ? ശരിക്കും താങ്കളെ ലോകം അറിയപ്പെടണം, ശ്വേതാ മേനോനിലൂടെ താങ്കളെ ലോകം അറിയപ്പെടണം എന്നുള്ള രീതിയിലാണോ താങ്കൾ പരാതി നൽകിയത്? അങ്ങനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് താങ്കൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുമല്ല. എന്നെ സംബന്ധിച്ച് ഈ ശ്വേതാ മേനോൻ്റെ ഒരു മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് എന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതിയാണ്. നൂറുകണക്കിന് ഇന്റർവ്യൂകൾ 100,000 ഓൺലൈൻ ചാനലുകളിൽ ദിവസവും വന്നപ്പോൾ ശ്വേതാ മേനോനെ മാത്രം താങ്കൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു? ശ്വേതാ മേനോൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ്. അപ്പോൾ ഒരു ആളുകൾക്ക് മാതൃകയാവേണ്ട ഒരാൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അഭിമുഖം ആണ് എന്നെ ഒരു പരാതിക്ക്. അതായത് താൻ ഇനിയും ഇത്തരമുള്ള വേഷങ്ങളിൽ അഭിനയിക്കും എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് പണം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്തരം വേഷങ്ങളിൽ അഭിനയിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത്തരത്തിൽ ഇപ്പോൾ ലിപ് ലോക്ക് കിസ് ചെയ്യുന്ന മലയാള നടന്മാരും നടിമാരും ഇല്ലേ? ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ മിക്ക സിനിമകളിലും ലിപ് ലോക്ക് കിസ് ഉണ്ട്. അത് കണ്ടിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനിയിപ്പം എങ്ങനെയാണ് ഈ കേസുമായിട്ട്? ഇപ്പം ഈ വിവരം ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറഞ്ഞ ഒരാള് ശ്വേതാ മേനോനെതിരെ ഒരു പരാതി നൽകി പോലീസ് കേസിൽ, അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സൈബർ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട്? കേസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് പോലീസ് അന്വേഷണത്തിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ FIR ഇട്ടു. ഇനി ഫർദർ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എവിഡൻസുകൾ നമ്മളും കൊടുക്കും. പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിക്കും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ശരിക്കും താങ്കൾ ആരാണ്? താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കും? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളാണ്? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളാണ്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതി? അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു ഇന്ത്യ പൗരനും സമൂഹത്തിൽ നടമാടുന്ന ഏതൊരു അനീതിക്കെതിരെയും പോരാടാൻ ഇന്ത്യ പൗരനായിട്ടുള്ള ഏതൊരാൾക്കും പറ്റും. താങ്കൾ എഴുതിക്കുന്ന ഇപ്പോൾ FIR-ന്റെ കോപ്പിയാണ്? FIR-ന്റെ കോപ്പിയുണ്ട്, പരാതിയുടെ കോപ്പിയാണ്, പെറ്റീഷൻ്റെ കോപ്പിയും FIR-ന്റെ കോപ്പിയും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾ ഇത്തരം ഒരു പരാതി നൽകിയപ്പോൾ പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായി? പിന്തിരിപ്പിക്കാൻ ശ്രമം ഉണ്ടായെന്നുള്ളതല്ല, അവർക്ക് ആ കേസെടുക്കാണ്ട് എന്നോട് വൈമുഖ്യം കാണിച്ചു. ഇപ്പോഴും പോലീസ് അത് കോടതിയുടെ എന്തെങ്കിലും നിർദ്ദേശപ്രകാരമാണ്? കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ. ഹൈക്കോടതിയാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്? അല്ല, CJM കോടതി. അതായത് താങ്കൾ പോലീസിന് ഒരു പരാതി നൽകുന്നു. ഈ പരാതി സ്വീകരിച്ച ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പോലീസ് ചെയ്യുന്നില്ല. അപ്പോൾ താങ്കൾ കോടതി സമീപിച്ചു. വക്കീൽ മുഖേന കോടതി സമീപിച്ചു. അപ്പം ഈ ഒരു വിഷയമായിട്ട് നമ്മൾ വക്കീൽ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? സാധ്യത ഉണ്ടോ ഇതൊരു? അതിന് നിയമപരമായി സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ കോടതിയിലോട്ട് പോയത്. നിയമപരമായ സാധ്യത ഉള്ളതുകൊണ്ട് കോടതി പോവുകയും ചെയ്തു. കോടതി ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പോലീസിനോട് റിപ്പോർട്ട് തേടിയതിന് ശേഷമാണ് കേസെടുത്തത്. ആ സമയത്ത് ഇപ്പോൾ കോടതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് സ്വമേധയാ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു അല്ലേ? അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞ് ഞാൻ ഇന്ന ദിവസങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പരാതിയിലാണ്. ആദ്യം നടപടി എടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടി 4-ാം തീയതി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ FIR. ഇത്തരത്തിൽ താങ്കൾ ധൈര്യമുണ്ടെന്ന് പറയുന്നു, താങ്കൾ പൊതുപ്രവർത്തനാണെന്ന് പറയുന്നു, താങ്കൾ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണെന്ന് പറയുന്നു. എങ്കിലും ചോദിക്കുകയാണ്, താങ്കൾക്ക് പിന്നിൽ ഏത് സൂപ്പർ താരമാണുള്ളത്? സിനിമാ താരമാണോ? ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനാണോ? ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടി മലയാളത്തിൽ വർഷങ്ങളായിട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, നല്ലതും പല രീതിയിലുള്ള മോട്ടിവേഷൻ പകരുന്ന സീനുകളിൽ സഹിതം അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ അത്യാവശ്യം ഇണചേരുന്ന അത്തരത്തിലുള്ള വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ശ്വേതാ മേനോനെ മാത്രം താങ്കൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യും? അത് സാറിൻ്റെ പേര്? എൻ്റെ പേര് ആൻഡേഴ്സൺ.
സാറേ അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്കാൻ പറയുന്നത് എന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ എനിക്ക് ഏതെങ്കിലും സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു സാധാ നടന്മാരുമായിട്ട് പോലും എനിക്ക് പേഴ്സണലി ഒരു ബന്ധമോ അവരുമായിട്ട് കോൺടാക്റ്റോ അവരുമായിട്ടുള്ള നമ്പറോ എൻ്റെ ഇല്ല. ശ്വേതാ മേനോനെതിരെ ശക്തമായിട്ട് നിയമ നടപടിയായിട്ട് പോകാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ മലയാളത്തിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവർ ഉള്ള ആളുകൾ പോൺ സ്റ്റാറുകൾ ഇവർക്കെതിരെയും താങ്കൾ തീർച്ചയായിട്ടും എൻ്റെ ശ്രദ്ധയപ്പെട്ടാൽ ഞാൻ നിയമ നടപടിയായിട്ട് താങ്കൾ സോഷ്യൽ മീഡിയ